ഇന്ന് നമുക്കെല്ലാവർക്കും ഈസിയായിട്ടും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കളറ് മാറി നല്ല സ്മെല്ല് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/4 കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ പരിപ്പ് കടല അതിട്ട് നന്നായിട്ട് ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിന് ചൂടാറാൻ വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം പത്തിരിപ്പൊടിയാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. 2.5 കപ്പ് പത്തിരിപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പത്തിരിപ്പൊടിയും നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ഉഴുന്നിൻ്റെയും പരിപ്പ് കടലയിലും മിക്സ് ഇതിലേക്ക് ഇട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് എള്ളും കൂടി ചേർത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പം ഒരേ മൊത്തത്തിൽ മുഴുവനായിട്ട് കുറേ വെള്ളം ഒഴിച്ച് ചേർക്കാൻ പാടില്ല, കുറച്ചായി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. മാവ് നല്ല കട്ടിയായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഉണ്ടാകാൻ പാടില്ല, കുറച്ച് ലൈറ്റായിട്ട് ഒരു സ്റ്റിക്കി ആകുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ മുറുക്കിന് മാവ് വേണ്ടത്. അപ്പം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഈ ഒരു അച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണല്ലോ ആ അച്ചിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ മുറുക്കിൻ്റെ മാവ് ഡയറക്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു അളവിലോ അതുപോലെ തന്നെ ഷേപ്പിലൊന്നും കിട്ടില്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മുറുക്ക് ചുട്ടെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു അരിപ്പക്കയിലുണ്ടല്ലോ അതിന് മുകളിൽ ഇതുപോലെ മാവ് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ആ ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഫുൾ ബബിൾ അടങ്ങി വരുന്ന സമയത്തൊക്കെ നമ്മൾ മുറുക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയാണ് മുറുക്ക് റെഡിയാക്കേണ്ടത്. സൂപ്പറാ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തന്നെ ഈസിയായിട്ട് മുറുക്ക് വീട്ടിലുണ്ടാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബ്